കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വിട്ടയച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന അരുൺ, മേഖലാ സെക്രട്ടറി അഷിൻ ഉൾപ്പെടെ 7 പേരെയാണ് കോടതി വെറുതെ വിട്ടത്. വിവരങ്ങളുമായി അനൽക സെയ്ദ് ചേരുന്നു. അനൽക, ഏതായാലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. ഈ കേസിനാസ്പദമായ സംഭവം എന്നായിരുന്നു ഉണ്ടായത്? അന്നൊന്നും ഈ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താണോ? ലക്ഷ്മി പത്മ, ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് 2022 ഓഗസ്റ്റ് 31 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രധാന കവാടത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിച്ച കേസിലാണ് ഇത്തരത്തിൽ ഈ കേസിലെ മുഴുവൻ ഡിവൈഎഫ്ഐ നേതാക്കളും അതോടൊപ്പം തന്നെ CPM നേതാക്കളും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ഒരു കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. വിധി പ്രസ്താവിച്ചിട്ടുള്ളത് കോഴിക്കോട് പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന കെ അരുൺ, മേഖലാ സെക്രട്ടറി MK അഷിൻ, മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ഷബീർ, CPM ലോക്കൽ കമ്മിറ്റി അംഗം K രാജേഷ്, സജിൻ, നിഖിൽ സോമൻ, ജിതിൻ ലാൽ എന്നിവരെയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചത്. അതായത് 2022 ഓഗസ്റ്റ് 31 ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്രീലേഷ് അതോടൊപ്പം തന്നെ ദിനേശൻ ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ മാധ്യമ ദിനപത്രത്തിന്റെ റിപ്പോർട്ടറായിട്ടുള്ള P ഷംസുദ്ദീനെയും കൂടാതെ അക്രമം കണ്ടുകൊണ്ടിരുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരെയും മർദ്ദിച്ചെന്നായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. അതായത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ സന്ദർശക പാസില്ലാതെ മെഡിക്കൽ കോളേജിൽ എത്തുകയും അതിനെ തുടർന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി ഈ വാക്തർക്കം ഉണ്ടാകുകയും തുടർന്ന് സുരക്ഷാ ജീവനക്കാരെ തടഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കേസ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറെ വിവാദമായിട്ടുള്ള ഒരു കേസെടുക്കാനൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇപ്പോൾ ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നെ വിചാരണയ്ക്കിടയിൽ ഈ മർദ്ദനമേറ്റിട്ടുള്ള സുരക്ഷാ ജീവനക്കാർ മൊഴി മാറ്റിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതുമൂലമാണ് ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ മൊഴി മാറ്റിയ സാഹചര്യത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പ്രതിഭാഗം വാദം ഉന്നയിച്ചിരുന്നു. തെളിവുകളുടെ അഭാവത്തിലാണ് ഇത്തരത്തിൽ പ്രതികളെ വിട്ടേക്കുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി പത്മ. അനൽക സെയ്ദാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും 2022 ഉണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്.